ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സ് ഒന്നുമില്ല, എനിക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം +1 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു മെസ്സേജ് എനിക്ക് ഒരുപാട് അയക്കുന്നുണ്ട്. അവരോട് എനിക്കുറിച്ച് കാര്യം പറയാനുണ്ട്. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം മാറുന്നതിനനുസരിച്ച്, നിങ്ങൾ തൊഴിൽ ചെയ്യാൻ പോകുന്ന മേഖല മാറുന്നതിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രണ്ട് സർക്കിളും മാറ്റം വരും. നമ്മൾ പുതിയ പുതിയ ആളുകളെ കാണാൻ തുടങ്ങും, അവരുമായിട്ട് നമ്മൾ ഫ്രണ്ട്ലി ആവും. ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ട് എത്തിയ സ്കൂളിൽ നിങ്ങൾ തോന്നുകയാണ് എനിക്ക് പറ്റിയ ആരുമില്ല, നിങ്ങൾ വിചാരിക്കുകയാണ് അത് ശുദ്ധ മണ്ടത്തരമാണ്, തെറ്റാണ്. കാരണം നിങ്ങളുടെ വൈബ് സെറ്റാക്കാൻ പറ്റിയ, നിങ്ങളതേ മൈൻഡ് സെറ്റുള്ള ഒരു 4-5 ആൾക്കാരെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലുണ്ടാവും. അവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുക, അവരെ നിങ്ങൾ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് വേണമെന്ന് വിചാരിക്കുന്നത് അതൊരിക്കലും സാധിക്കില്ലടാ. നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് കൂടും, നമുക്കുള്ള ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇപ്പം കാണുന്ന പലരെയും അപ്പം കണ്ടെന്ന് വരില്ല. ഇപ്പം കാണുന്ന പലരും, ഇപ്പം നമ്മൾ ഭയങ്കര ക്ലോസ് ആയി നിൽക്കുന്ന പലരും ഭാവിയിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്ന ആളുകളോ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കാണുന്ന ആളുകളെ ആയേക്കാം. സോ ഇപ്പം നിങ്ങളുടെ കൂടെ +1 ഉള്ള ഫ്രണ്ട്സ് ചിലപ്പോൾ ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങളൊരു ഹായ് ബൈ റിലേഷനിലേക്ക് പോയേക്കാം. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കാണും, പുതിയ പുതിയ ആളുകളെ ബന്ധപ്പെടും, പുതിയ പുതിയ ആളുകളുമായിട്ട് സംസാരിക്കും. സോ പുതിയ പുതിയ ആളുകളെ കാണുമ്പോൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് നമ്മളെപ്പോഴും നല്ല ഫ്രണ്ട്സിനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ലൈഫ് ലോങ് നമ്മുടെ കൂടെ വേണമെന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അവരും നമ്മളൊക്കെ ബിസി ആകുമ്പോൾ, കാലചക്രം ഇങ്ങനെ കറങ്ങി മറിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ +1 നിങ്ങൾക്ക് പറ്റിയ ആളുകൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ അതേ മൈൻഡ് സെറ്റുള്ള, നിങ്ങളുടെ അതേ വൈബുള്ള ആളുകൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. അവരെ നിങ്ങൾ കണ്ടെത്തി അവരുമായി കൂട്ടുകൂടുക. അല്ലാതെ 10ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ എൻ്റെ പഴയ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിക്കാനില്ല, അതുകൊണ്ട് എനിക്ക് സ്കൂൾ ബോറായി തോന്നുന്നുള്ള ചിന്തയല്ല നിങ്ങൾ മനസ്സിലാവേണ്ടത്. നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് എല്ലാം. നിങ്ങളുടെ മൈൻഡ് ഒന്ന് പോസിറ്റീവായി സെറ്റാക്കിയാൽ നിങ്ങൾക്ക് വേണ്ട ഫ്രണ്ട്സിനെ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കണ്ടെത്താനാവും. അങ്ങനെ നിങ്ങളുടെ +1 +2 ലൈഫ് അടിപൊളിയാക്കുക. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് റിഗ്രറ്റ് അടിക്കാതെ ഇനി വരാനുള്ള 2 കൊല്ലം അടിപൊളിയാക്കി മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും അടിപൊളി മൊമെൻറ്റ്സ് ആക്കി മാറ്റാൻ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് വേണം. നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാവും. നിങ്ങൾ അന്വേഷിക്കട. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും.